ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഹോൾ വീഡിയോ ആയിട്ട് ഫ്ലിപ്കാർട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കാണിക്കുന്നത്. ഈ കുർത്തിയൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് ഈ ഒരു വെതറിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അത്രയും അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. കോളറൊക്കെ വന്നിട്ട് ഒരു ചൈനീസ് കോളർ മോഡൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബട്ടൺ അല്ല, ഒരു ഹുക്കാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വി കട്ടിലാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ്. ഇങ്ങനെ ഇത്രയും വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഒരു ബലൂൺ സ്ലീവ് പോലെ അറ്റത്ത് നമ്മുടെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ലീവാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ആട്ടോ. അപ്പോൾ ഇതിന് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും സ്ലിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു സ്ലിറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വൃത്തിയിൽ നമുക്ക് നിൽക്കും കേട്ടോ ഈ ഒരു കുർത്തി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിലായിട്ട് വരുന്നത്. ലോങ് ടൈപ്പ് വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പം ലോങ് ടൈപ്പിൽ വെയർ ചെയ്യുമ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റി ആൻഡ് മെറ്റീരിയലൊക്കെ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് മീഡിയം ആണ് കേട്ടോ. സൈസ് ഞാൻ മീഡിയം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. മീഡിയം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 സൈസ് അപ്പ് എടുക്കാമായിരുന്നു കേട്ടോ. 1 സൈസ് അപ്പ് എടുത്തിരുന്നത് കുറച്ചും കൂടി ഒരു ലൂസ് ഫിറ്റിൽ വരായിരുന്നു. അപ്പോൾ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ 1 സൈസ് അപ്പ് എടുക്കുക കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒന്നും കൂടെ എനിക്ക് കുർത്തീസൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോയിൽ, കുർത്തീസൊക്കെ നമ്മൾ കുറച്ചൊരു ലൂസ് ഫിറ്റിൽ ആൻഡ് റിലാക്സ് ഫിറ്റിൽ വെയർ ചെയ്യുമ്പോഴായിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ 1 സൈസ് അപ്പ് എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഷോർട്ട് കുർത്തി കേട്ടോ. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഷോർട്ട് കുർത്തി കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ ഈ ഒരു കുർത്തിയാണ് എനിക്ക് കിട്ടിയത്. ഷോർട്ട് കുർത്തീസൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. എല്ലാവരും ഒരുപാട് കാണുന്ന കേട്ടോ നമ്മൾ ഷോർട്ട് കുർത്തീസ് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ഒരുപാട്. അതുപോലെ പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഇതായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് ഇത് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കളർ, നല്ലൊരു യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ കളറിൽ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഷോർട്ട് കുർത്തീസൊക്കെ വെയർ ചെയ്യുന്നവരാണെങ്കിൽ, ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള കേട്ടോ. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത്. കോളർ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഫുൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. വൈറ്റ് കളറിൽ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുൾ ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് വൈഡായിട്ട് ഈ ഒരു ടൈപ്പിലാണ്, ഒരു ഫ്ലെയർ ടൈപ്പിലാട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഫ്ലെയർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്ലീവ്സ് ഒരു നോർമൽ സ്ലീവ്സ് കേട്ടോ. സ്ലീവ്സ് നോർമൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്ലീവ് നോർമലായിട്ടുള്ള നല്ലൊരു കളറാണ്. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അടിപൊളിയാണ്. നമുക്ക് ജീൻസിൻ്റെ നല്ലൊരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ജീൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ വെയർ ചെയ്ത വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പിൽ വരുന്നത് നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലെ ഈ ഒരു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് എനിക്കെന്തോ ഒരു അത്ര ഇഷ്ടമല്ല. ഷോർട്ട് കുർത്തീസ് ഇഷ്ടമാണ് എ ലൈനിൽ വരുന്നത്. ഇതുപോലെ ഉള്ളത് എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല. ഞാൻ അങ്ങനത്തെ വെയർ ചെയ്യാറില്ല. ബട്ട് അടിപൊളിയാട്ടോ. നമുക്ക് ഇടുന്നവർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ല എന്നുള്ളൂ. അപ്പം ഇത് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഷോർട്ട് കുർത്തിയാണ്. നിങ്ങൾ ഷോർട്ട് കുർത്തീസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് കേട്ടോ. നല്ലൊരു ബ്ലൂ ആണ്. ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കളറായിട്ട് തോന്നും. പക്ഷേ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയിൽ ഞാൻ ബ്ലാക്ക് പാൻസ് ഒക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇതുപോലെയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് വന്നിട്ടുള്ളത്. കോളറൊക്കെ കൊടുത്തിട്ട് ഫുൾ വൈറ്റ് കളറുള്ള ബട്ടൺസ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ആട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. നേരത്തെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഷർട്ടിൻ്റെ ഒക്കെ ആ ഒരു ഫിറ്റിംഗ് തന്നെ കേട്ടോ. അപ്പോൾ ഫിറ്റിംഗ് ആണ്. ഇതും ആ ഒരു സെയിം ബ്രാൻഡിലാട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ഫിറ്റിംഗ് ആണ്. ഒരു ബോക്സി ടൈപ്പിൽ വന്നിട്ടുള്ള ഫിറ്റിംഗ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്ത് നോർമലാണ്, മീഡിയം ആണ്. എൻ്റെ സൈസ് നോർമൽ സൈസ്. ഓവർ സൈസ്ഡ് ആയതുകൊണ്ടാണ് നോർമൽ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലാട്ടോ വരുന്നത്. നോർമൽ സൈസൊക്കെ ധാരാളമാട്ടോ. നമ്മൾ ഇത് വേറെ എക്സ്ട്രാ സൈസസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സ്ട്രാ സൈസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 ആ റേഞ്ചിലുള്ളിൽ തന്നെ കേട്ടോ. നേരത്തെ കാണിച്ചതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് തന്നെ കേട്ടോ. നമുക്ക് അഫോർഡബിൾ
ആണ്, അത്രയും ഭയങ്കര പ്രൈസി ആയിട്ടുള്ളതൊന്നുമല്ല, അഫോർഡബിൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ഒക്കെ വെയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഷർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ആൻഡ് ഫിറ്റിംഗ്, അതുപോലെ തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കേട്ടോ. ഇതെല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ്, കാരണം അത്ര പ്രൈസേ വരുന്നു, 500 600 അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ആ പ്രൈസിനൊക്കെ നല്ല മെറ്റീരിയൽ ആൻഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാട്ടോ, നല്ല മെറ്റീരിയൽ ആട്ടോ. അപ്പം ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് സസ്പ്രാസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷർട്ടാണ്. വൈറ്റ് ആൻഡ് അതുപോലെ തന്നെ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ വന്നിട്ട് പോൾക്ക ഡോട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കേട്ടോ. ഇതാണ് കേട്ടോ ഷർട്ടിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇതുപോലെയാണ്. കോളർ സെയിം നമ്മൾ നോർമൽ ഷർട്ടിൻ്റെ ഒക്കെ പോലെ തന്നെ കോളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസ് നല്ല ഇതുപോലെ കേട്ടോ, ബട്ടൺസ് നല്ല ഭംഗിയായിട്ട് കാണാൻ, ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺസ് ആണ്. അതുപോലെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് അതുപോലെയാണ്, നോർമൽ നമ്മുടെ സ്ലീവ്സ് ഒക്കെ പോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ മീഡിയം സൈസ് ആട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് ആയതുകൊണ്ട് മീഡിയമാണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് പറഞ്ഞ സസ്പ്രാസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 സംതിങ് ആ ഒരു റേഞ്ചിലാട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 664 അങ്ങനെ എന്തോ ആണ്, ആ ഒരു പ്രൈസിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. കുറേ കാലമായിട്ട് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആട്ടോ ഈ ഒരു ഷർട്ട് വന്നിട്ട്. അപ്പോൾ ഇപ്പോഴാണ് സ്റ്റോക്ക് വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്, ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് കാഷ്വൽ വെയറിലേക്കൊക്കെ ആപ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. അങ്ങനെ സീത്രൂ ഒന്നുമല്ല കേട്ടോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സീത്രൂ ആയിട്ട്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അറിയൊന്നും ഇല്ല. ബട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇന്നർ ടോപ്പ് ഉള്ളിൽ യൂസ് ചെയ്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ള കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് DM ലിങ്ക് വരും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.